വനഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അതാണ് ഹുദ്ഹുദിന്റെ സംഭവം. മരം കൊത്തിയാണ് ഇവിടെയും ദുർവ്യാഖ്യാനം നടന്നിട്ടുണ്ട്. ദുർവ്യാഖ്യാനല്ല, പാച്ചക്കളവ്. വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് കളവുണ്ട് എഴുതി വെച്ചിരിക്കുക. പാച്ചക്കളവ്, ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതും പരുത്തി വിട്ടു പോയി. പാച്ചക്കളവ് എഴുതി വെച്ചിരിക്കുക. അള്ളാന്റെ ഖുർആൻ മുന്നിൽ വെച്ചിട്ട് കളവ് അങ്ങോട്ട് എഴുതി വെക്കുക. അങ്ങനെ കുറെ ആളുകൾ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതിൽ ഒരാളാണ് ചേകനൂര്. അവരൊക്കെ ഖുർആൻ മുന്നിൽ വെച്ച് പച്ചക്കളവ് എഴുതി വെച്ചവരും പറഞ്ഞവരുമാണ്. അത്തരം കാലഘട്ടത്തിന്റെ ദജ്ജാലുകളെ തൊട്ട് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അവരൊക്കെ കാലഘട്ടത്തിന്റെ ദജ്ജാലുകളാണ്. ആ ദജ്ജാലുകളുടെ ആവർത്തനങ്ങളെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് പറഞ്ഞ ഓക്കെ. കളവ് പറയാ പ്രചരിപ്പിക്കാൻ ദജ്ജാലൂന കദ്ദാബൂനാണ്. ശരിയാത്ത് വിവാദ കാലഘട്ടത്തിൽ CNN പരിഭാഷ കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് കുഴങ്ങിയത്. കാരണം ഈ ശരിയാത്ത് വിവാദ കാലഘട്ടത്തിൽ ഇതിന് വേണ്ടാത്തരം മുഴുവനും നേരത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഭൗതികവാദികൾക്കെല്ലാം സന്തോഷിപ്പിക്കുന്ന വാക്കുകളെല്ലാം എഴുതി വെച്ചിരുന്നു CNN. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത്. അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ച മഹാന്മാര്, ശംസുൽ ഉലമയെ പോലെയുള്ള മഹത്തുക്കളായ അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ, മഹാനായ അലിമിനെ പോലെയുള്ള അലിമീങ്ങൾ, മുത്തഖീങ്ങൾ, അവരൊക്കെ കൂടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന് മറികടക്കാൻ കഴിയുമായിരുന്നില്ല. അത് വലിയ ഒരു കാലഘട്ടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൂടെയൊക്കെ ഫിർദൗസിൽ കടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين لو عذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين إني وجدت امرأة تملكه وأوتيت من كل شيء ولها عرش عظيم وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم وصدهم عن السبيل فهم لا يهتدون ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون الله لا إله إلا هو رب العرش العظيم قال سننظر أصدقت أم كنت من الكاذبين اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. മഹാനായ സയ്യിദ്നാ സുലൈമാൻ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് ഈ സംഭവം. മഹാനായ സയ്യിദ്നാ സുലൈമാൻ സൂറത്തുൻ നംലിലെ 30 മുതലുള്ള ആയത്തുകളാണ് ഈ പറയുന്നത്. മഹാനായ സയ്യിദ്നാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പട്ടാള കൂട്ടത്തിന്റെ ഇടയിൽ വെള്ളം പരിശോധിച്ചു കൊണ്ടിരുന്ന മരംകൊത്തി പക്ഷികൾ ഉണ്ടായിരുന്നു. അവരിങ്ങനെ മുന്നിൽ നോക്കിയിട്ട് അവരിങ്ങനെ എവിടെയാണോ വെള്ളം കണ്ടുപിടിക്കാനൊക്കെ ചില കഴിവുകളുള്ള ചില പക്ഷികളുണ്ട്. ആ പക്ഷികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നത്തെ ഊഴം ഹുദ്ഹുദിന്റേതായിരുന്നു. പക്ഷേ ഹുദ്ഹുദിനെ കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് നമസ്കരിക്കാൻ നേരമായി, ഹുദ്ഹുദിനെ കിട്ടിയില്ല. അതാണ് ഫതഫഖദ ത്വയ്റ, പക്ഷിയെ പരിശോധിച്ചു. ഹുദ്ഹുദ് എവിടെ? പക്ഷികളെ പരിശോധിച്ചപ്പോൾ ഫഖാല മാലി ലഹാ അറൽ ഹുദ്ഹുദ അം കാന മിനൽ ഗായിബീൻ. പക്ഷികളെ പരിശോധിച്ച് നോക്കുമ്പോൾ ഹുദ്ഹുദിനെ കാണല. എവിടെ പോയി? ഹുദ്ഹുദ് മറിഞ്ഞു പോയോ? ഹുദ്ഹുദ് എന്തായി പോയി എന്ന് പറഞ്ഞു സയ്യിദ്നാ സുലൈമാൻ. ലൗ അദ്രിബന്നഹു അദാബൻ ശദീദാ, ഞാനതിനെ കഠിനമായി ശിക്ഷിക്കും. ഔ ലഅൽബഹന്നഹു, അല്ലെങ്കിൽ ഞാൻ അതിനെ അറക്കും. ഔ ലയഅതിയന്നി ബിസുൽത്താനിൻ മുബീൻ. സയ്യിദ്നാ സുലൈമാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് നേരം വൈകിയത് എന്നത് എനിക്ക് വ്യക്തമായി ഒരു രേഖയോടുകൂടെ തെളിയിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ അതിനെ ശക്തമായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞു സയ്യിദ്നാ സുലൈമാൻ.
വല്ലാതെ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തിന് മടങ്ങി അദ്ദേഹം കഴിഞ്ഞു. അദ്ദേഹം ആ പക്ഷി വന്നു. പക്ഷി പറഞ്ഞു, ഞാനങ്ങനെ ബഹുമാനപ്പെട്ട രാജാവേ, പ്രവാചകരെ, ഞാനങ്ങനെ വെറുതെ പോയതൊന്നുമല്ല. നമ്മൾക്ക് തൗഹീദിന്റെ മാർഗത്തിൽ വലിയ നേട്ടമുള്ള ഒരു വാർത്തയും കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ വലിയൊരു വാർത്ത ഉണ്ട്. ആ വാർത്തയും കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ദുർവ്യാഖ്യാനം നടന്നിട്ടുണ്ട്. ഒരാളാണിത്. ആ മനുഷ്യന്റെ പേരാണ് എന്ത്? ഹുഡ്ഹുഡ് എന്നാണ് പറയുന്നത്. CNN പോലും ചേകരൂരിനെ പോലത്തെ ആളുകളൊക്കെ ഭാഷ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കദ്ദാബിങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കും. فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين. ഞാൻ വ്യക്തമായ ഒരു വാർത്തയും കൊണ്ട് ഞാൻ യമനിൽ നിന്ന്, യമന്റെ അങ്ങ് വലിയ ഒരു പ്രദേശം സബ് എന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ അവിടെ അത്ഭുതങ്ങൾ കണ്ടു. അവിടെ നമുക്ക് വലിയ സന്ദേശം ചെയ്യാണ്ട്. അവിടെ അള്ളാന്റെ ദഅവത്ത് ചെയ്യണം. അവിടെയൊക്കെ സൂര്യൻ ആരാധിക്കുന്നവരാണ്. അത് കാണാൻ വേണ്ടി പോയതാണ്. അവരെ സൂര്യാരാധന ഇന്ന് നിർത്തണം. അതിനുവേണ്ടി ഞാൻ അന്വേഷിച്ചു പോയതാണെന്ന് പറഞ്ഞു ഈ പക്ഷി. മഹാനായ സയ്യിദ്നാ സുലൈമാൻ. വളരെ ചിന്തിക്കണേ. തൗഹീദ് അന്വേഷിക്കാൻ വേണ്ടി പോവുക. പക്ഷി പോലും അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചാരകരാണ്. ഹുഡ്ഹുഡ്. ഈ പക്ഷി പോലും ബഹുമാനപ്പെട്ടവരുടെ പട്ടാളത്തിലുണ്ടായിരുന്ന പക്ഷിക്ക് പോലും തൗഹീദിന്റെ സന്ദേശം ഇതാണ്. അല്ലാതെ തന്റെ വലുപ്പത്തരം കാണിക്കലല്ല. അവിടെയൊക്കെ അള്ളാന്റെ തൗഹീദിന്റെ പ്രചാരം. അത് പറയാം. യമനിലുള്ള സബ എന്ന നാട് അടക്കി ഭരിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. അവൾക്ക് വല്ലാത്ത ഒരു സിംഹാസനമുണ്ട്. ഭയങ്കര സിംഹാസനമാണ് അവളെ സിംഹാസനം. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അവർ സൂര്യന് സുജൂദ് ചെയ്യുന്ന ജനങ്ങളാണ്. ഞാനത് കണ്ടു. അവർ ചെയ്യുന്നത് മുഴുവനും ശൈത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും യഥാർത്ഥ മാർഗത്തെ തൊട്ട് ആ ശൈത്താൻ അവരെ പിന്തിരിപ്പിക്കുകയും തെറ്റിക്കുകയും ചെയ്യുകയാണ്. അത് കണ്ടാണ് ഞാൻ വരുന്നത്. അവിടെ ഹിദായത്ത് കിട്ടാത്ത നാട്ടുകാരും മനുഷ്യന്മാരുമാണ്. അധികാരികൾ, മുസ്ലിം അധികാരികൾ, മുസ്ലിം രാഷ്ട്രീയക്കാർ, മുസ്ലിം അധികാരികൾ അധികാരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് അവർ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചാരം കൂടി അവരുടെ യാത്രയിൽ ഉണ്ടായിരിക്കണം. അതിനവർ വെളിച്ചമാകണം. അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. തൗഹീദിന്റെ പ്രചാരകർ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മഹുല്ലാഹ് തൗഹീദിന്റെ വലിയ ഒരു പ്രചാരകനായിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനും തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി തനിക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ച ആളുകൾ ഉണ്ടായിരുന്നു. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ. അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചാരണത്തിന് ഇന്നലെ വരെ മരണപ്പെട്ടു പോയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബുടങ്ങൾ ഓസ്ട്രേലിയയിലടക്കം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചമൂന്നി പറഞ്ഞ മഹാനായിരുന്നു. അപ്പൊ ഇവരൊക്കെ അവർക്ക് കിട്ടിയ അധികാരങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കാണിച്ചത് കൊടുത്തതുപോലെ തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചവരായിരുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവർക്കും. ഇവിടെ പാടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുക. ബഹുമാനപ്പെട്ട ഹുഡ്ഹുഡ് കൊണ്ട് പറയാൻ, ഹുഡ്ഹുഡ് സ്വർഗത്തിലുണ്ടാവും. അള്ളാഹു അവിടെ വെച്ച് അതിനെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. 10 ജീവികൾ സ്വർഗത്തിലുണ്ടാകും. അതിൽപ്പെട്ട ഒരു ജീവിയാണ് ഹുഡ്ഹുഡ്. സുലൈമാൻ നബിയുടെ ഹുഡ്ഹുഡ് സ്വർഗത്തിലുണ്ടാവും. അള്ളാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ആ ഉറുമ്പുണ്ടാവും. മുനമ്ലത്ത് കടിക്കൊന്നുമില്ല, ബേജാറാവണ്ട. ആ ഉറുമ്പ് സ്വർഗത്തിലുണ്ടാകും എന്നാണ്. മുഖാത്തിൽ 10 ജീവികൾക്ക് സ്വർഗം ഉണ്ടാവും. 10 ജീവികൾ. അതിൽപ്പെട്ടതാണ് കെൽബു അസ്ഹാബിൽ കഹ്ഫി. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. വനാഖത്ത് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം. ഹിമാറു ഉസൈറിന്റെ കൂടെ 100 കൊല്ലം മരിക്കാൻ കൂടി കൊടുത്ത കഴുത. ഇതൊക്കെ സ്വർഗത്തിലുണ്ട്. ഫീലു അസ്ഹാബിൽ ഫീലി. അസ്ഹാബുൽ ഫീലിന്റെ മഹ്മൂദ് എന്ന ആന സ്വർഗത്തിലുണ്ടാവും. 10 ജീവികൾക്ക് സ്വർഗം ഉണ്ടായിരിക്കും. അതിൽപ്പെട്ടതാണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോവർ കഴുത. അതിന് സ്വർഗമുണ്ട്. റസൂലുള്ളാഹിന്റെ കോവർ കഴുതൊക്കെ സ്വർഗമുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ കോവർ